വിവാഹ സമ്മാനമായി 44 സ്കൂളുകളിലെ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ച് നടൻ വിജയ് ദേവരകൊണ്ട. ഫെബ്രുവരി 26-നാണ് താരങ്ങളായ രശ്മിക മന്ദാനയും വിജയ് ദേവരകൊണ്ടയും വിവാഹിതരായത്. ഉദയ്പൂരിൽ വെച്ച് തികച്ചും സ്വകാര്യമായിട്ടായിരുന്നു രണ്ട് വ്യത്യസ്ത രീതിയിലുള്ള വിവാഹ ചടങ്ങുകൾ. വിവാഹശേഷവും കുടുംബപരമായ ചടങ്ങുകളും മറ്റുമായി തിരക്കിലാണ് ഈ താരദമ്പതികൾ. ഇതിനിടെ കഴിഞ്ഞ ദിവസമാണ് തെലങ്കാനയിലെ തുമ്മൻപേട്ടയിലെ വിജയുടെ ഗ്രാമത്തിൽ നിർമ്മിച്ച അവരുടെ പുതിയ വീട്ടിൽ താരങ്ങൾ മാതാപിതാക്കൾക്ക് ഒപ്പം എത്തിയത്. ഗ്രാമം മുഴുവൻ ആഘോഷങ്ങളോടെ ആയിരുന്നു അവിടെ എത്തിയ വിജയിയെയും രശ്മികയെയും സ്വീകരിച്ചത്. തികച്ചും പരമ്പരാഗതമായ ചടങ്ങുകൾ. അതിനിടെ ഗൃഹപ്രവേശന ചടങ്ങും സത്യനാരായണ വ്രത പൂജയും അവർ നടത്തി. അതുകഴിഞ്ഞ് ഗ്രാമത്തിലുള്ളവരെ കാണാനായി താരങ്ങളെത്തി. തങ്ങളുടെ വിവാഹ സമ്മാനമായി ഗ്രാമത്തിലുള്ള കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുമെന്ന് വിജയ് വേദിയിൽ വെച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തു. തെലങ്കാനയിലെ അച്ചമ്പേട്ട ഡിവിഷനിലെ 44 സർക്കാർ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് നൽകുക. സ്കൂളുകളിൽ മികച്ച പഠനം കാഴ്ചവെക്കുന്ന, എല്ലാ ക്ലാസ്സിലും 1-2 സ്ഥാനത്തെത്തുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പ് തുക ലഭിക്കുക. 9-ാം ക്ലാസ്സിലും 10-ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്കാണ് ഈ പദ്ധതിയിലൂടെ പഠിക്കാനുള്ള അവസരം ഉണ്ടാകുന്നത്. സാമ്പത്തിക പ്രശ്നങ്ങളൊന്നുമില്ലാതെ വിദ്യാർത്ഥികളെ അടിസ്ഥാന വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ സഹായിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ദേവരകൊണ്ട ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമായിട്ടായിരിക്കും ഈ പ്രവർത്തനങ്ങൾ നടത്തുക. വിജയിയുടെ പ്രഖ്യാപനം കയ്യടികളോടെയും ആരവങ്ങളോടെയുമാണ് ആളുകൾ എതിരേറ്റത്. പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പ് ഉറപ്പുവരുത്താനും മറ്റുമായി താൻ ഇടയ്ക്കിടെ ഇനി ഗ്രാമത്തിൽ വരുമെന്നും വിജയ് പറഞ്ഞു. വേദിയിൽ വിജയ്ക്കൊപ്പം രശ്മികയും മാതാപിതാക്കളും സഹോദരനും ഉണ്ടായിരുന്നു. വിജയിയുടെയും രശ്മികയുടെയും വിവാഹ റിസപ്ഷൻ മാർച്ച് 4-നാണ് നടക്കുക. ഹൈദരാബാദിൽ വെച്ചുള്ള ചടങ്ങിൽ സിനിമാ രംഗത്തുള്ള പ്രമുഖരും പങ്കെടുക്കും എന്നാണ് അറിയുന്നത്. എന്നാൽ ക്ഷണിക്കപ്പെടുന്നവർക്ക് മാത്രമേ ചടങ്ങിൽ പ്രവേശനം ഉള്ളൂവെന്നും താരങ്ങളുടെ ടീം നേരത്തെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് കാത്തിരിക്കാം. രശ്മിക മന്ദാന അതുപോലെ തന്നെ വിജയ് ദേവരകൊണ്ടയുടെ വിരോഷ് റിസപ്ഷനായി മാർച്ച് 4-നായിട്ട്. അപ്പോൾ ഈ വിശേഷങ്ങളും വാർത്തകളും കൂടുതൽ അറിയാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക്